ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് പത്തൽ, അതായത് കാസർഗോഡ് സ്റ്റൈൽ പത്തലാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത്. അതിനായിട്ട് ഞാൻ ഇവിടെ സ്റ്റോറിൻ്റെ, അതായത് റേഷൻ അരിയാണ് യൂസ് ചെയ്യുന്നുള്ളത്. റേഷൻ അരി എന്ന് പറയുമ്പോൾ പത്തിരിയുടെ അരി എന്ന് പറഞ്ഞാൽ കിട്ടുമായിരിക്കും കടയിൽ നിന്ന്. പിന്നെ ചോറിൻ്റെ അരിയും കൂടി രാത്രി സോക്ക് ചെയ്ത്, അതായത് കുതിർത്തി വെച്ചതാണ്. എന്നിട്ട് രാവിലെയാണ് ഇത് അരക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് അരക്കുന്നുള്ളത്. അപ്പോൾ കുറച്ച് കുറച്ചായി ഇട്ടുകൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നോക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ ഈ കുതിർത്തി വെച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ കുതിർത്തി വെക്കുന്ന സമയത്ത് നന്നായി കഴുകിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇത്ര ചുവന്ന അരി ഇടേണ്ട, മട്ട അരി യൂസ് ചെയ്യണമെന്നില്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത്രമാത്രം. പിന്നെ ഇത്ര കുറച്ച് ടൈറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം ലൂസായാലും പിന്നെ നമുക്ക് എടുക്കാൻ പറ്റൂല. പിന്നെന്താണ്, നമുക്ക് പുതുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടാൻ മറന്നു പോകരുത്. വേറൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി അരിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. ഇനിയിപ്പം നമ്മൾ കടുമ്പിനാണ് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതുപോലെയല്ല ചെയ്യേണ്ടത്. പകുതി അരിയുമ്പോൾ അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കടുമ്പിൻ്റെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ അരച്ചത് നമ്മൾ ഇങ്ങനെ ഗ്രൈൻഡർ ഓണിലുണ്ട സമയത്ത് തന്നെ ഇങ്ങനെ എടുത്തിട്ടാണ് എനിക്ക് ശീലം. എന്നിട്ട് നമ്മൾ നേരെ ഫ്രൈ പാനിലിട്ട് നന്നായി ഒന്ന് പുതുക്കിയെടുക്കുക. ഇതിന് നിങ്ങൾ ഓരോ ആൾക്കാർ ഓരോരോ രീതിയിലായിരിക്കും ഇതിനെ പറയൽ. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ പല ആളും പല രീതിയിലാണ് ചില ആൾ ചട്ടകത്തിൽ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കയ്യിൽ തന്നെയാണ് ചെയ്യുന്നുള്ളത്. നന്നായി ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അതായത് ബോൾസ് ഉണ്ടാക്കുന്ന പരുവ ആയാൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ നമുക്ക് പ്രസ്സിൽ അമർത്തി എടുക്കാൻ പറ്റൂല. അപ്പോൾ നല്ല ജലദോഷം ആയതിനെക്കൊണ്ട് മൂക്കടുപ്പിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. വോയിസ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് നന്നായി നമുക്ക് എന്ത് ചെയ്തെടുക്കുക, നന്നായി പുതുക്കിയെടുക്കുക. ഈ ഒരു സ്റ്റിക്കി പറ്റൂല, കയ്യിൽ നിന്ന് വിട്ട് വരണം. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാം. പൊടി യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പത്തിരിക്ക്. നമ്മുടെ അവിടെ ചില ആൾക്കാർ പൊടി യൂസ് ചെയ്യും, അരച്ചിട്ടും യൂസ് ചെയ്യും. ഇവിടെയൊക്കെ നോർമലി ഞാൻ കണ്ടിട്ടില്ല വയനാട്ടിൽ. എല്ലാവരും പൊടിയാന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടത്. അതായത് പണ്ടൊക്കെ അരച്ച് ചെയ്യുമായിരുന്നു എന്ന്. അപ്പോൾ എന്താ ചെയ്യുക, നന്നായി ഒന്ന് ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്, കൈ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ ഇങ്ങനെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളെ ബോൾസായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോ മറ്റോ ഇട്ട് വെക്കാം. എന്നിട്ട് ഞാൻ നാല് പത്തിരി ഇടാൻ പറ്റുന്ന പോലത്തെ ഓടിലാണ് ചെയ്യുന്നുള്ളത്. അതും നോൺ സ്റ്റിക്ക് തന്നെയാണ്, മൺചട്ടി അല്ല. എന്നിട്ട് നമ്മളെ പ്രസ് ഉണ്ടല്ലോ, അതിൽ ഓരോരോ മീഡിയം സൈസിൻ്റെ ഉരുളകളാക്കിയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് വെക്കുന്നുള്ളത് ഒരു കവറിനെ പീസ് ചെയ്ത് വെച്ചതാണ് ആ ഒരു ഷേപ്പിലേക്ക്, റൗണ്ട് ഷേപ്പിൽ. അതിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ്, അതായത് നമ്മൾ പത്തിരി ചുടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നുള്ളത്. കാരണം അരക്കുന്നതും ഉണ്ടാക്കുന്നതും. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടെടുത്ത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി, ജസ്റ്റ് അല്ല, അത് ആ ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി രണ്ട് പ്രാവശ്യം മാത്രം തിരിച്ചിടാനുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇനി വീണ്ടും മറിച്ചിടുന്ന സമയത്ത് നമുക്ക് നന്നായി പൊങ്ങിയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പത്തിരി റെഡിയായി വരും.
ഇപ്പോൾ ഞാൻ വീണ്ടും അതിനെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹോട്ട് ബോക്സിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ തുണിയും കൂടി വെച്ചാൽ, അതായത് കുറേ നേരം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് തുണിയും കൂടി വെച്ച് കൊടുക്കുക. കാരണം എന്താണ്, ഹോട്ട് ബോക്സിൽ വെച്ച ഒരു വെള്ളം പോലെ വരുമല്ലോ, വീർപ്പ് പോലെ. അപ്പോൾ അത് പത്തിരിക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ഞാൻ ഒരു മെയിനായിട്ടൊരു പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ, അപ്പോൾ നമുക്ക് പൊരിച്ച പത്തിരിയാണ് ഇഷ്ടം, അതായത് നല്ല മൊരിഞ്ഞ പത്തിരിയാണ് ഇഷ്ടം. അതാണ് ഞാൻ കുറച്ചും കൂടി മൊരിഞ്ഞെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.